ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നീക്കം ചെയ്ത ഭാഗങ്ങൾ ഇന്ന് പുറത്തുവിട്ടേക്കുമെന്നതിൽ അതിനുള്ള ഉത്തരവില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇത് സംബന്ധിച്ച് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഇന്നുണ്ടാകില്ല എന്ന് വ്യക്തമായിരിക്കുന്നു. അല്പസമയത്തിനകം ഈ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് നേരത്തെ അറിയിച്ചെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉത്തരവില്ല. ടി.എസ്. ഹരീഷിനെയും അമൽ തേനമറവിലൂടെ ഹരി പറയൂ, അപ്പോൾ ഇതുവരെ പ്രതീക്ഷിക്കപ്പെട്ടതില്ല എന്നുറപ്പിക്കുകയാണോ? അതെ, ഇന്ന് വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരവ് ഉണ്ടാകില്ല എന്നുള്ള അറിയിപ്പ് വിവരാവകാശ കമ്മീഷന്റെ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അമല് കൂടുതൽ വിവരങ്ങളുമായി വിവരാവകാശ കമ്മീഷന്റെ ഓഫീസിലേക്ക് എത്തി ഈ റിപ്പോർട്ട് പുറത്തു വിടരുത്, ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ പുറത്തു വിടരുത് എന്ന് ആ പരാതിക്കാരൻ എത്തിയിട്ടുള്ളൂ. ആ പരാതിക്കാരനോട് നമുക്ക് സംസാരിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതി ഈ ഒരു ഘട്ടത്തിൽ എത്തിയത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായ സമയത്ത് ഇതുപോലെ തന്നെ ചില ഹർജികളും മറ്റുമൊക്കെ കോടതിക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ കോടതി അത് തള്ളിയ സമയത്താണ് ഒടുവിൽ സർക്കാർ നിർബന്ധിതരായത്, ഈ റിപ്പോർട്ട് പുറത്തേക്ക് വിടാൻ നിർബന്ധിതരായത്. ആദ്യഘട്ടത്തിലെല്ലാം ഇത് മറച്ചുവെക്കാനുള്ള ശ്രമം തുടർച്ചയായി തന്നെ ഉണ്ടായതാണ്. അതുപോലെ തന്നെയാണോ ഇപ്പോഴത്തെ ഈ പരാതി എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. മാത്രമല്ല അമലെ, ഇന്നിപ്പോ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അനുരു മാധ്യമപ്രവർത്തകനാണ്, അനുരു സംസാരിക്കുന്നത്. എന്താണ് പരാതി ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കാമോ? അല്ല, പരാതി എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് ഇന്ന് വരാനായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. ഈ നമുക്ക് ഉത്തരവ് കൈമാറുന്നത് സംബന്ധിച്ചിട്ട് ഒരു ഉത്തരവ് കിട്ടിയിട്ടുണ്ട്. അതും കൂടെ പരിശോധിച്ച ശേഷം മാത്രമേ ഞങ്ങൾക്ക് ആ ഉത്തരവ് കൈമാറൂ എന്നാണ് പറഞ്ഞത്. അല്ല, പരാതിക്കാരൻ ആരാണെന്ന് അറിയില്ല. അത് ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഇന്ന് ഉത്തരവ് കൈമാറില്ല എന്ന് മാത്രമേ കമ്മീഷനിൽ നിന്ന് അറിയിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്, അത് സോൾവ് ചെയ്ത ശേഷം മാത്രമേ ഇനി ആ ഉത്തരവ് കൈമാറൂ എന്നാണ് പറയുന്നത്. ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം നമുക്കത് ഇനി എന്താണ് ഉത്തരവ് എന്നുള്ളത് ഇനി കിട്ടിയാലേ നമുക്ക് അറിയാവൂ. എന്താണ് അവരുടേത്, ആരാണ് പരാതിക്കാരൻ, എന്താണ് പരാതി എന്നൊക്കെ ഉള്ളത് അറിയില്ല. ഇപ്പോൾ ഓഫീസ് സ്റ്റാഫ് വന്ന് പറഞ്ഞത് ഇത് സംബന്ധിച്ചിട്ട് ഒരു പരാതി കമ്മീഷന് കിട്ടിയിട്ടുണ്ട്. ആ പരാതിയും കൂടെ ലഭിച്ച ശേഷം അത് പരിശോധിച്ച ശേഷം മാത്രമേ അത് തീരുമാനമാകൂ എന്നാണ്. അല്ല, സാംസ്കാരിക വകുപ്പ് നമുക്ക് അന്ന് കമ്മീഷന്റെ ഉത്തരവ് എന്ന് പറയുന്നത് നിങ്ങൾ 33 പാരഗ്രാഫുകൾ കമ്മീഷൻ അത് വ്യക്തിഗത വിവരങ്ങളാണെന്ന് കണ്ട് ഒഴിവാക്കിയിരുന്നു. അതിനുശേഷമുള്ളത് സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഒഴിവാക്കാം, വ്യക്തിഗത വിവരങ്ങളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒഴിവാക്കാം എന്നൊരു ക്ലോസും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഉത്തരവിൻ്റെ മറവിൽ, ഈ ഒരു നിർദ്ദേശത്തിൻ്റെ മറവിൽ ഏകദേശം 101 പാരഗ്രാഫുകൾ സർക്കാർ സ്വമേധയാ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 101 പാരഗ്രാഫുകൾ ഒഴിവാക്കിയ ശേഷം നിങ്ങൾക്ക് റിപ്പോർട്ട് തരുമെന്ന് പറഞ്ഞ് 233 പേജുള്ള റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിരുന്നതും. അതിൽ 3 രൂപ വെച്ച് അടച്ച ശേഷം നിങ്ങൾ റെസിപ്റ്റും കൊണ്ട് വരണമെന്ന് പറഞ്ഞു. പക്ഷേ നടി രഞ്ജിനിയുടെ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട നടി രഞ്ജിനിയുടെ ഹർജി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ സർക്കാരിൻ്റെ ഒഴിവാക്കൽ പട്ടികയിൽ ഇല്ലാതിരുന്ന പേജുകൾ 11 പേജുകൾ, അതായത് 49 മുതൽ 53 വരെയുള്ള പേജുകളിലെ 11 പാരഗ്രാഫുകൾ അപേക്ഷകരായി ഞങ്ങളെ അറിയിക്കാതെ ഒരു സർക്കാർ ഈ വിവരാവകാശ കമ്മീഷന്റെ പോലും ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഞങ്ങളെ അറിയിക്കാതെ ഇവർ ഒഴിവാക്കിയായിരുന്നു. അങ്ങനെയാണ് അപ്പീൽ പോകുന്നത്. അനിൽ, ഇപ്പോഴേ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചപ്പോൾ ഇത് ഏത് തരം പരാതിയാണ്, എന്ത് പരാതിയാണെന്ന് വിവരാവകാശ കമ്മീഷണർ പറഞ്ഞു? അല്ല, അപ്പോൾ അന്ന് ഈ പറയുന്ന ഹിയറിംഗ് വെച്ചു. അന്ന് നമ്മുടെ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഉദ്യോഗസ്ഥ സുഭാഷിണി മേഡം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അപ്പീൽ അധികാരിയായ സന്തോഷ് സാർ ഉണ്ടായിരുന്നു. അന്ന് കമ്മീഷനെ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളിത് അപേക്ഷകരെ അറിയിക്കാതെ ഒഴിവാക്കിയതെന്ന്. അപ്പോൾ അന്ന് അവർ പറഞ്ഞത്, സർ, ആ വിവരങ്ങൾ നൽകാൻ കഴിയില്ല, പക്ഷേ വേണമെങ്കിൽ അപേക്ഷകരോട് മാപ്പ് പറയാം എന്നാണ് സർക്കാർ പറഞ്ഞത്. അപ്പോൾ അന്ന് കമ്മീഷൻ ആ നിർദ്ദേശം തള്ളി. മാപ്പ് പറയേണ്ട, അപ്പോൾ ഞങ്ങളുടെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് 11 പാരഗ്രാഫുകളിൽ വ്യക്തിഗത വിവരങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കോട്ടെ, ഞങ്ങൾക്കത് ആവശ്യമില്ല. പക്ഷേ സർക്കാർ ഒരു കാരണവുമില്ലാതെ 101 പാരഗ്രാഫുകൾ ഒഴിവാക്കിയിരുന്നു. കമ്മീഷൻ ഈ റിപ്പോർട്ട് പൂർണ്ണമായി വായിച്ച ശേഷമാണ് അതിൽ 33 പാരഗ്രാഫുകൾ മാത്രമാണ് പ്രശ്നമുള്ളതായി കണ്ടത്. പക്ഷേ സർക്കാരിൻ്റെ വായനയിൽ അതൊരു 101 പാരഗ്രാഫുകളായി കണ്ടതോടുകൂടി ഞങ്ങൾ പറഞ്ഞു ഈ 11 + 101 പാരഗ്രാഫുകൾ, ഏകദേശം 112ഓളം പാരഗ്രാഫുകൾ കമ്മീഷൻ ഒന്നും കൂടി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട ശേഷമാണ് കമ്മീഷൻ വീണ്ടും ഈ പെൻഡ്രൈവും CD-യും അടക്കമുള്ള വിവരങ്ങൾ വീണ്ടും സർക്കാരിനോട് പൂർണ്ണമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കമ്മീഷന് ഹാജരാക്കണമെന്നും. ആദ്യഘട്ടത്തിൽ സർക്കാർ ഈ റിപ്പോർട്ട് പോലും കമ്മീഷന് നൽകാൻ തയ്യാറായിരുന്നില്ല. സർക്കാർ ഇപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളത് കൊടുത്തു, ഞങ്ങളത് കമ്മീഷൻ പറഞ്ഞപ്പോൾ കൊടുത്തു. അല്ല, അങ്ങനെയല്ല. കമ്മീഷൻ ഇതൊരു ജുഡീഷ്യൽ അധികാരത്തോടു കൂടി സർക്കാരിൽ നിന്ന് ഈ റിപ്പോർട്ട് പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. അത് ഞങ്ങൾക്ക് തന്ന കമ്മീഷൻ്റെ ആ ഒരു റിപ്പോർട്ടിൽ തന്നെ കമ്മീഷൻ ഇത് സർക്കാരിൽ നിന്ന് പിടിച്ചു എടുക്കുകയായിരുന്നു.
അതിനുശേഷം കമ്മീഷന് ഇവർ CD-യും പെൻഡ്രൈവുകളും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഹിയറിങ്ങിൽ കമ്മീഷൻ പറഞ്ഞത് നമുക്ക് പെൻഡ്രൈവും CD-യും അടങ്ങിയ സമ്പൂർണ്ണ റിപ്പോർട്ട് എന്താണോ നിങ്ങൾ പോലീസിന് കൊടുത്തത് ആ റിപ്പോർട്ട് ഞങ്ങൾക്ക് തരണമെന്ന് വിവരാവകാശ കമ്മീഷണർ ഉത്തരവിട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പരിശോധിച്ച ശേഷം ഇന്ന് ഒരു ഉത്തരവുണ്ടാകും എന്ന് ഞങ്ങളെ അറിയിച്ചത്. അതിലിനി എത്ര പാരഗ്രാഫുകളാണ് തരാൻ ഉദ്ദേശിക്കുന്നതെന്നോ എന്തൊക്കെ വിവരങ്ങളാണ് തരാനെന്നൊന്നും അറിയില്ല. അല്ല, അത് അവർ പറയുന്നത് ഈ 11 പാരഗ്രാഫുകൾ ഞങ്ങൾക്ക് തരുന്നില്ല എന്ന് മുൻകൂട്ടി തീരുമാനിച്ചതാണ്. പക്ഷേ അത് ഞങ്ങളെ അറിയിക്കുന്നതിൽ ഒരു ഉദ്യോഗസ്ഥ പിഴവുണ്ടായി, അതിൽ മാപ്പ് അപേക്ഷിക്കാമെന്നായിരുന്നു അവർ പറഞ്ഞത്. പക്ഷേ കമ്മീഷൻ ആ ഒരു മാപ്പപേക്ഷ തള്ളുകയാണ് ഉണ്ടായത്. ഇതാണ് ഇത് അദ്ദേഹം മാധ്യമപ്രവർത്തകനാണ്. അനുരു ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സംസാരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ ഒരു മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് അനുരു അശോകൻ. അതായത് ഇന്ന് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷൻ പുറത്തുവിടും എന്നുള്ളൊരു അറിയിപ്പാണ് നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഓഫീസിൽ നിന്ന് ഒരു പരാതി ലഭിച്ചിരിക്കുന്നു. ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയില്ല എന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്.